സിസ്റ്റർ അഭയ വധക്കേസിൽ ഫാദർ തോമസ് കോട്ടൂരും സിസ്റ്റർ സെഫിയും വിചാരണ നേരിടണമെന്ന് ഹൈക്കോടതി. അതേസമയം കേസിൽ നിന്ന് രണ്ടാം പ്രതി ഫാദർ ജോസ് പുതുക്കലിനെ ഒഴിവാക്കിയ സിബിഐ കോടതി ഉത്തരവ് ഹൈക്കോടതി ശരിവച്ചു. അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമിച്ചെന്ന് ആരോപണം ഉയർന്ന ക്രൈംബ്രാഞ്ച് മുൻ SP KT മൈക്കിളിനെ കേസിൽ നിന്ന് ഒഴിവാക്കി. പൊതുപ്രവർത്തകൻ ജോമോൻ പുത്തൻപുരയ്ക്കൽ നൽകിയ ഹർജി തള്ളിക്കൊണ്ടാണ് ഹൈക്കോടതി ഫാദർ ജോസ് പുതുക്കലിനെ ഒഴിവാക്കിയത് ശരിവച്ചത്. ഒഴിവാക്കണമെന്ന് ഫാദർ കോട്ടൂരും സിസ്റ്റർ സെഫിയും വാദിച്ചെങ്കിലും കോടതി അംഗീകരിച്ചില്ല. കേസിൽ CBI സമർപ്പിച്ച കുറ്റപത്രത്തിൽ ഫാദർ തോമസ് കോട്ടൂർ, ഫാദർ ജോസ് പുതുക്കയിൽ, സിസ്റ്റർ സെഫി എന്നിവരെ 1, 2, 3 പ്രതികളാക്കിയിരുന്നു. CBI കുറ്റപത്രം നൽകി 9 വർഷത്തിന് ശേഷമാണ് ഫാദർ തോമസ് പുതുക്കലിനെ CBI കോടതി ഒഴിവാക്കിയത്. 1992 മാർച്ച് 27-നാണ് അഭയെ കോട്ടയം ജ്ഞാനായ കത്തോലിക്ക രൂപതയുടെ കീഴിലുള്ള സെന്റ് പയസ് 10th കോൺവെന്റിൽ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കോട്ടയം ജില്ലയിലെ അരിക്കരയിൽ അരക്കുരുന്നേൽ വീട്ടിൽ M. തോമസിന്റെ മകളായിരുന്ന അഭയ മരിക്കുന്ന സമയത്ത് കോട്ടയം BCM കലാലയത്തിൽ 2ാം വർഷ പ്രീ ഡിഗ്രി വിദ്യാർത്ഥിനിയായിരുന്നു. 15 വർഷം മുൻപ് തിരുവനന്തപുരത്തെ ചീഫ് കെമിക്കൽ എക്സാമിനേഷൻ ലബോറട്ടറിയിൽ നടത്തിയ പരിശോധനാ റിപ്പോർട്ടിൽ തിരുത്തൽ വരുത്തിയതായി ഒരു ഇംഗ്ലീഷ് പത്രം റിപ്പോർട്ട് ചെയ്തതോടെയാണ് അഭയ കേസിൽ വഴിത്തിരിവുണ്ടായത്. ഇതിനിടെ കേസ് അന്വേഷിച്ച മുൻ ASI BB അഗസ്റ്റിൻ 2008 നവംബർ 25-ന് ആത്മഹത്യ ചെയ്തു. CBI ചോദ്യം ചെയ്ത അഗസ്റ്റിനെ 2008 നവംബർ 25-ന് കൈത്തണ്ടയിലെ നരമ്പ് മുറിച്ച നിലയിൽ ചിങ്ങവനം ചാലിച്ചിറയിലെ വീട്ടിൽ കണ്ടെത്തുകയായിരുന്നു. തന്റെ മരണത്തിന് ഉത്തരവാദി CBI ആണെന്ന് പറയുന്ന 4 വരിയുള്ള ഒരു ആത്മഹത്യാക്കുറിപ്പ് ജഡത്തിന്റെ സമീപത്ത് നിന്ന് കണ്ടെടുത്തിരുന്നു. അഭയ ആത്മഹത്യയുടെ ഇൻക്വസ്റ്റ് തയ്യാറാക്കിയത് അന്ന് കോട്ടയം വെസ്റ്റ് സ്റ്റേഷനിൽ SI ആയിരുന്ന അഗസ്റ്റിനായിരുന്നു. അഭയ കൊല്ലപ്പെട്ടതിനു ശേഷം ആദ്യം പയസ് 10 കോൺവെന്റിലെത്തിയ അഗസ്റ്റിൻ കേസ് സംബന്ധിച്ച പല നിർണായക വിവരങ്ങളും നശിപ്പിച്ചുവെന്ന് നേരത്തെ ആരോപണമുയർന്നു. പലതവണ ഇയാളെ CBI ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുകയും ചെയ്തു. മരിക്കുന്നതിന് മുൻപ് അഗസ്റ്റിൻ കേസിൽ മാപ്പുസാക്ഷിയാകാൻ തയ്യാറായിരുന്നു. പിന്നീട് നിലപാട് മാറ്റി. അന്വേഷണത്തിനിടെ മൊഴിയിൽ വൈരുദ്ധ്യമുണ്ടെന്ന് CBI സംഘം വ്യക്തമാക്കിയിരുന്നു. സിസ്റ്റർ അഭയെ കൊല്ലാൻ മുഖ്യ പങ്ക് വഹിച്ചത് തോമസ് കോട്ടൂർ ആണെന്നാണ് CBIയുടെ കണ്ടെത്തൽ. കൊലപാതകം, കൊല ചെയ്യാൻ പൊതുവായ ഉദ്ദേശം എന്നീ വകുപ്പുകൾ അനുസരിച്ചുള്ള കുറ്റങ്ങളാണ് CBI ഇദ്ദേഹത്തിന് മേൽ ചുമത്തിയിട്ടുള്ളത്. സിസ്റ്റർ അഭയെ തലയ്ക്ക് ആദ്യം അടിക്കുന്നത് ഫാദർ തോമസ് കോട്ടൂരാണെന്ന് CBI പറയുന്നു. തോമസ് കോട്ടൂർ BCM കോളേജിലെ സൈക്കോളജി വിഭാഗം അധ്യാപകനായിരുന്നു. അതിനുശേഷം അമേരിക്കയിലേക്ക് പോയി. അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ ഫാദർ തോമസ് കോട്ടൂർ കോട്ടയം അതിരൂപത ചാൻസലറായി പ്രവർത്തിക്കുകയായിരുന്നു. സിസ്റ്റർ അഭയ കേസിൽ കുറ്റകൃത്യങ്ങളിൽ പങ്കുചേർന്ന വ്യക്തിയാണ് സിസ്റ്റർ സെഫി. ഇങ്ങനെയാണ് CBI പറയുന്നത്. ഫാദർ കോട്ടൂർ അഭയയുടെ തലയ്ക്കടിച്ചപ്പോൾ സിസ്റ്റർ പ്രേരണ നൽകിയെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. ഫാദർ കോട്ടൂരിനെയും ഫാദർ പുതുക്കലിനെയും ചോദ്യം ചെയ്തതിൽ നിന്നാണ് സിസ്റ്റർ സെഫിക്ക് കൊലയുമായി ബന്ധമുള്ള കാര്യം CBIക്ക് കണ്ടെത്താൻ കഴിഞ്ഞത്. അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ സിസ്റ്റർ സെഫി തിരുവല്ല സെന്റ് ജോസഫ് കോൺവെന്റിലെ അന്തേവാസിനിയായിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.